എടിഎമ്മുകളിൽ നിന്നും ഇന്നു മുതൽ ദിവസം 4500 രൂപ പിൻവലിക്കാം. എന്നാൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തിയെങ്കിലും രാജ്യത്തെ 70% എടിഎമ്മുകളിലും ഇപ്പോഴും ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. അടിസ്ഥാന വായ്പകളുടെ പലിശയിൽ എസ്ബിഐയും യൂണിയൻ ബാങ്കും ഇളവ് നൽകി. 0.9% വരെയാണ് പലിശ കുറച്ചത്. ജനുവരി 1 മുതൽ എടിഎമ്മുകളിൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 4500 ഉയർത്തിയിരുന്നു. എന്നാൽ ആവശ്യത്തിന് എടിഎമ്മുകൾ പ്രവർത്തന സജ്ജമല്ല എന്നതും പണമില്ല എന്നതും ജനത്തെ ദുരിതത്തിലാക്കുകയായിരുന്നു. ദില്ലി അടക്കം രാജ്യത്തെ പ്രധാന നഗരകേന്ദ്രങ്ങളിൽ പോലും എടിഎമ്മുകളിൽ പണമില്ല. പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകൾക്കെല്ലാം ഇന്ന് അവധിയാണ്. അതിനാൽ നാളെ മാത്രമേ എടിഎമ്മുകൾ പൂർണ്ണമായി പ്രവർത്തിക്കൂ. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഉയർത്തിയെങ്കിലും ഇതിനനുസൃതമായി എടിഎമ്മുകളിൽ സാങ്കേതികമായ മാറ്റം വരുത്തിയിട്ടില്ല. ഇതും പ്രശ്നം ഗുരുതരമാക്കുന്നു. അതേസമയം നോട്ടുമാറ്റം വന്നതിന് ശേഷം ബാങ്ക് നിക്ഷേപങ്ങളിൽ വർധനവുണ്ടായതായി ബാങ്ക് മേധാവികൾ സൂചിപ്പിച്ചു. ഇതിനു തൊട്ടുപുറകെ അടിസ്ഥാന പലിശ നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ച് എസ്ബിഐയും യൂണിയൻ ബാങ്കും രംഗത്തെത്തി. എസ്ബിഐ 0.9% പലിശ കുറച്ചപ്പോൾ യൂണിയൻ ബാങ്ക് 0.6% പലിശ കുറച്ചു. കോർപ്പറേറ്റുകൾക്ക് നൽകിയ കടങ്ങൾ എഴുതിത്തള്ളിയതിനെ തുടർന്ന് നഷ്ടത്തിലായ ബാങ്കുകളെ രക്ഷിക്കാനാണ് നോട്ടുമാറ്റം എന്ന ആരോപണം ശക്തമാണ്. ഇത് ശരിവെക്കുന്നതാണ് നിക്ഷേപം ഉയർത്തിയതിനെ തുടർന്ന് പലിശ നിരക്ക് കുറച്ചുകൊണ്ടുള്ള ബാങ്കുകളുടെ നിലപാടും. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വീണ്ടും വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് ലിറ്ററിന് ₹1.29 ഡീസലിന് ലിറ്ററിന് 97 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില അർദ്ധരാത്രിയോടെ നിലവിൽ വരും. എണ്ണക്കമ്പനികൾ ഇന്നു ചേർന്ന അവലോകന യോഗത്തിലാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനമുണ്ടായത്. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം വിലയിലുണ്ടായ പുതിയ വ്യതിയാനമാണ് വില വർധനയ്ക്ക് കാരണമായി കമ്പനികൾ പറയുന്നത്. തുടർച്ചയായ രണ്ടാം തവണ വില വർദ്ധിപ്പിക്കുന്നത്. പുതുവർഷ തലേന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം രാജ്യത്തെ നിരാശപ്പെടുത്തുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മോദിയുടെ മേമ്പൊടി ആനുകൂല്യങ്ങൾ കൊണ്ട് മറച്ചുവെക്കാൻ കഴിയുന്നതല്ല നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് രാജ്യം നേരിടുന്ന വൻ പ്രതിസന്ധിയെന്നും കോടിയേരി പറഞ്ഞു. 50 ദിവസം കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ഇല്ലാതാക്കുമെന്ന് വാഗ്ദാനം നൽകി നടപ്പിലാക്കിയ നോട്ട് നിരോധിക്കൽ വൻ ദുരന്തമായതിനാൽ ഇനിയും ജനങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്നും കോടിയേരി പറഞ്ഞു. ബാങ്കിൽ നിക്ഷേപിച്ച പണം ആവശ്യാനുസരണം തിരിച്ചു കിട്ടുന്നതിന് ഏർപ്പെടുത്തിയ എല്ലാ നിബന്ധനകളും എടുത്തു കളയേണ്ടതാണെന്നും ഈ ആവശ്യം നേടിയെടുക്കാനുള്ള തുടർ പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. MT വാസുദേവൻ നായർക്കെതിരായ സംഘപരിവാർ നീക്കം നിസ്സാരമായി കാണാനാവില്ലെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ. കുൽബർഗിയെ ചെയ്തതുപോലെ MTയെയും കൈകാര്യം ചെയ്യാനാണോ സംഘപരിവാർ നീക്കമെന്ന് VS ചോദിച്ചു. ആ മോഹം കയ്യിൽ വെച്ചാൽ മതിയെന്നും VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ പറഞ്ഞു. മലയാള ഭാഷയും സാഹിത്യത്തിന്റെയും അഭിമാനവും നമ്മുടെ സാഹിത്യത്തെയും സിനിമയെയും ലോക നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത ജ്ഞാനപീഠ നേതാവായ MT വാസുദേവൻ നായർക്കെതിരെ പോലും സംഘപരിവാർ വാളോങ്ങുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല. നേരത്തെ MM കൽബുർഗിയും ഗോവിന്ദ പെൻസാരയെയും നേരിട്ട മാതൃകയിൽ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ MTയെയും കൈകാര്യം ചെയ്യാനാണോ സംഘികൾ ശ്രമിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വല്ല മോഹവും ഉണ്ടെങ്കിൽ സംഘികൾ അത് കയ്യിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ സംഘപരിവാറിന്റെ ഇത്തരം ചപ്പടാച്ചികളെ ചെറുത്തു തോൽപ്പിക്കാൻ കരുത്തുള്ളവരാണ് എന്ന കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. നോട്ട് നിരോധനത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രി വൻ പരാജയമാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. 50 ദിവസത്തിന്റെ സമയപരിധിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആ ജനാധിപത്യ ശൈലി സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. സമാജ്വാദി പാർട്ടിയിൽ പ്രശ്നങ്ങൾ സങ്കീർണം. പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത ദേശീയ കൺവെൻഷനിൽ അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. എന്നാൽ കൺവെൻഷൻ പാർട്ടി ഭരണഘടനയ്ക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുലായം സിംഗ് യാദവ് രാംഗോപാലിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാർട്ടിയുടെ ഔദ്യോഗിക കൺവെൻഷൻ ജനുവരി 5 ചേരുമെന്നും മുലായം സിംഗ് അറിയിച്ചു.
പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ വച്ചാണ് അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന അധ്യക്ഷനായ ശിവപാൽ യാദവിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയും അമർ സിംഗിനെ പുറത്താക്കിക്കൊണ്ടുമുള്ള പ്രമേയവും പാസാക്കി. മുലായം സിംഗ് യാദവ് പാർട്ടിയുടെ മാർഗദർശിയായി തുടരുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. कोई अगर बीच में आता है, रिश्ते में के बीच में आता है, मैं चाहे अध्यक्ष हूँ, राष्ट्रीय अध्यक्ष हूँ, कुछ भी हूँ, लेकिन नेताजी मेरे पिताजी रहेंगे और नेताजी पिताजी हैं तो मैं उनका बेटा रहूंगा. ये रिश्ता कोई नहीं खत्म कर सकता. और मैं इस अधिवेशन में तमाम लोगों के सामने और देश के सामने कह सकता हूँ, जो मेरी जिम्मेदारी है बेटे की हैसियत से, अगर पार्टी बचानी पड़े तो पार्टी बचाएंगे, अगर परिवार के लोगों को बचाना पड़ेगा तो परिवार के लोगों को सहयोग खड़ेंगे. തൊട്ടു പിന്നാലെ മുലായം സിംഗ് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് യോഗം വിളിച്ചു. രാംഗോപാൽ വിളിച്ച കൺവെൻഷൻ പാർട്ടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തീരുമാനങ്ങൾ മുലായം തള്ളി. യോഗം വിളിച്ച രാംഗോപാൽ യാദവിനെ 6 വർഷത്തേക്ക് പുറത്താക്കി. 3 ദിവസത്തിനിടെ 2ാം തവണയാണ് രാംഗോപാലിനെ പുറത്താക്കുന്നത്. ജനുവരി 5-ാം തീയതി ദേശീയ കൺവെൻഷൻ ചേരുമെന്നും മുലായം സിംഗ് അറിയിച്ചു. രാംഗോപാൽ യാദവ് വിളിച്ച കൺവെൻഷനിൽ പങ്കെടുക്കരുതെന്ന് മുലായം നേതാക്കൾക്ക് കത്ത് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന മുലായത്തിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെയാണ് ഭൂരിപക്ഷം നേതാക്കളും അഖിലേഷിന് പിന്തുണയുമായി കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയത്. സമാജ്വാദി പാർട്ടിയിലെ മൂപ്പിളമ തർക്കം ഒടുവിലെത്തി നിൽക്കുന്നത് പാർട്ടിക്ക് 2 ദേശീയ അധ്യക്ഷന്മാർ എന്ന സ്ഥിതിയിലാണ്. മകന്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ മുലായം സിംഗ് യാദവ് തയ്യാറാകുമോ അതോ പാർട്ടി 2 വഴിക്ക് പിരിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. നോട്ട് മാറ്റത്തിന് ശേഷമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികൾ ജനുവരി 4-ന് പ്രഖ്യാപിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 117 സീറ്റുകൾ തുടങ്ങി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതുവർഷത്തിൽ രാജ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതുപ്രകാരം ജനുവരി 4-ന് ബുധനാഴ്ച തീയതികൾ പ്രഖ്യാപിക്കും. പെരുമാറ്റച്ചട്ടം എപ്പോൾ വേണമെങ്കിലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നറിയിച്ച് കഴിഞ്ഞയാഴ്ച കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്, BJP ഭരിക്കുന്ന ഗോവ, സമാജ്വാദി സർക്കാരുള്ള ഉത്തർപ്രദേശ്, ശിരോമണി അകാലിദളിന്റെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നോട്ടുമാറ്റ ദുരിതം തീർക്കാനെന്ന പേരിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ആപ്പിന് അംബേദ്കറുടെ പേരിട്ടത് ഉത്തർപ്രദേശിലെ BSPയുടെ പിന്നോക്ക വിഭാഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. കള്ളപ്പണവേട്ട എന്ന പേരിൽ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. കഴിഞ്ഞ 1 മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ ചൂണ്ടിക്കാട്ടി ജനം ഒപ്പമുണ്ടെന്ന് BJPയും ദുരിതമനുഭവിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. നോട്ടുമാറ്റത്തോടുള്ള ജനകീയ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. ജയപരാജയങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കും. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ല. സ്വന്തം പാർട്ടിയുടെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടി നേതാക്കൾ കാണിക്കുമെന്നും VD സതീശൻ ശിവഗിരിയിൽ നടന്ന സംഘടനാ സമ്മേളനത്തിൽ തുറന്നടിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി സംഘർഷമില്ലാത്ത സംഘടനാ പ്രവർത്തനം എന്ന സംഘടനാ സമ്മേളനത്തിലാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കാൾ അധികം നടക്കുന്നത് മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വ്യക്തമാക്കി. ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന പല സംഘർഷങ്ങളും ചർച്ചയിൽ കൂടി പരിഹരിക്കണം. ഈ സമ്മേളന വേദിയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പലപ്പോഴും പല നിലയിൽ നടക്കുന്ന സംഘർഷങ്ങൾ കേരളത്തിൻ്റെ പേര് ദേശീയ തലത്തിൽ തന്നെ തെറ്റായ സന്ദേശങ്ങൾ നൽകാൻ ഇടവരുത്തുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് ഇതിനാവശ്യമായ സംവാദങ്ങൾ, ചർച്ചകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരംഭിക്കണം. ആവശ്യമാണെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം. സംഘർഷങ്ങൾ ദേശീയ തലത്തിൽ തെറ്റായ പ്രചരണത്തിന് ഇടയാക്കുന്നുണ്ട്.
കൊലപാതകങ്ങൾ നടന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ തലയിൽ കെട്ടിവയ്ക്കാതിരിക്കുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കള്ളസാക്ഷിയെ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്താൽ സംഘർഷങ്ങൾ ഉണ്ടാകില്ലെന്നും കോടിയേരി പറഞ്ഞു. അക്രമം വഴി ഒരു ആശയത്തെയും ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. എന്നാൽ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കോടിയേരി മുന്നോട്ട് വെച്ച തുറന്ന ചർച്ചയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിലപാട് വ്യക്തമാക്കിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരുകടക്കുമ്പോഴാണ് സംഘർഷങ്ങളിലേക്ക് കടക്കുന്നതെന്ന് കുമ്മനം പറഞ്ഞു. കോൺഗ്രസിൽ മൂർച്ഛിച്ച ഗ്രൂപ്പ് പോരിനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ തുറന്നടിച്ചത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടിയിലെ നേതാക്കളോട് കാണിക്കുമെന്ന് VD സതീശൻ ചോദിച്ചു. വ്യക്തിപരമായി ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ സംഘടനയിൽ ചാരിവെക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും ബന്ധവും ഉണ്ടാകണം. അതുപോലും ഇല്ലാതിരിക്കുന്ന ഒരു നാട്ടിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ എങ്ങനെയാണ് ബഹുമാനിക്കാൻ കഴിയുന്നത്? വ്യക്തിയുടെ താല്പര്യങ്ങളെ സംഘടനയ്ക്ക് വിധേയമാക്കുമ്പോൾ സംഘടന എന്നുള്ള വാക്കിന് പോലും അർത്ഥമില്ലാതായി മാറും. സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പിസം പോലെ മതസംഘടനകൾക്കുള്ളിലെ ഗ്രൂപ്പിസം ശക്തിപ്പെടുന്നതായും സതീശൻ കുറ്റപ്പെടുത്തി. സമ്പത്ത് MP, ബിനോയ് വിശ്വം തുടങ്ങിയവരും വിഷയത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കഴിഞ്ഞ 16 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ജോലി ചെയ്യുകയാണ് ശ്രീനിവാസ് സ്വാമി. ബംഗളൂരു സ്വദേശിയായ ഇദ്ദേഹം മലയാളം ഉൾപ്പെടെ അഞ്ചിലധികം ഭാഷകളിലാണ് അനൗൺസ്മെന്റ് ചെയ്യുക. കഴിഞ്ഞ 16 വർഷമായി ശ്രീനിവാസ് സ്വാമി ദേവസ്വം പബ്ലിക് റിലേഷൻ ഓഫീസിലെ അനൗൺസറാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർക്ക് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകുകയാണ് പ്രധാന ജോലി. മാതൃഭാഷ കന്നഡയാണെങ്കിലും സന്നിധാനത്തെ പബ്ലിക് റിലേഷൻ ഓഫീസിൽ നിന്നും 6 ഭാഷകളിൽ വളരെ ഭംഗിയായാണ് ഇദ്ദേഹം അറിയിപ്പുകൾ നൽകുന്നത്. ഇവിടെ 17 കൊല്ലമായി സർവീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ആദ്യം വരാന സമയത്തിൽ ഇവിടെ ഭാഷയുടെ വളരെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ മിലിറ്ററിയിൽ ഒരു 5-6 കൊല്ലം സേവ ചെയ്തിരുന്ന ആളാണ്. ആ സമയത്തുള്ള എനിക്ക് കുറച്ച് എല്ലാ ഭാഷകളും പഠിക്കാൻ ഒരു ഇതായി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും മറുപടി നൽകുക. ശബരിമലയിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ അനൗൺസ് ചെയ്യുക. ഇതിലെല്ലാം ഉപരി കൂട്ടുപിരിഞ്ഞെത്തുന്നവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയവയാണ് വിവിധ ഭാഷാ അനൗൺസറായ ശ്രീനിവാസ് സ്വാമിയുടെ പ്രധാന ജോലി. BSF ജവാനായിരുന്ന സ്വാമി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് അയ്യപ്പനെ സേവിക്കാൻ ഇങ്ങനെയൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചതും. സന്നിധാനത്തെ വലിയ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഈ 17ാം വർഷത്തിലും തുടരുകയാണ് ശ്രീനിവാസ സ്വാമി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.